ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് വീഡിയോ എന്ന്. ഇതിപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഞാൻ എണീറ്റു. പിന്നെ എണീറ്റിട്ട് ഒരു ചായ, ഹസ്ബൻഡിന് മാത്രമേ ചായ ഞാൻ കുടിക്കത്തില്ല, ഞാൻ വെള്ളം കുടിക്കുക കേട്ടോ. പിന്നെ അത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു മസാല ദോശയും ചട്നി, സാമ്പാർ ഇന്നലത്തെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അത് ചൂടാക്കണം. ഇതൊക്കെയാണ്. പിന്നെ സ്പൂണുകളൊക്കെ ഇന്നലെ കഴുകി വെച്ചതൊക്കെ അടുക്കി വെക്കുകയാണ്. അപ്പം അതാണ് ചെയ്യേണ്ടത്. ഇനി ഉരുളക്കിഴങ്ങ് പോയി കുറേ പണിയുണ്ട്. മീനിന് ഫുഡ് കൊടുക്കുമ്പോൾ മീനിനെ ഒന്ന് കുറച്ച് നേരം നോക്കണം. നല്ല തണുപ്പാണ് ഇവിടെ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വെറ്ററൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടോ, ഞാൻ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് വെളിച്ചെണ്ണയുടെ ക്യാന് വെച്ചിട്ടുള്ളത്. കാരണം വെളിച്ചെണ്ണ ഓരോ മിനിറ്റിലും കട്ടയായി പോവുകയാണ്. അങ്ങനെ ഉള്ളി തോല് പൊളിക്കുക. നിങ്ങൾ എങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കുക എന്നൊക്കെ എനിക്ക് ആ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഉള്ളി നല്ല നേർങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് 2 പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ആദ്യം ഞാൻ പിന്നെ നല്ലോണം വഴറ്റും കേട്ടോ. എന്നിട്ടാണ് യൂസ് ചെയ്യുക. ഇഞ്ചിൻ്റെ ഒരു മണം ഇഷ്ടമല്ല ഇവിടെ പിള്ളേർക്ക്. അപ്പോൾ വെളിച്ചെണ്ണ എന്താ കട്ടയായി കുറച്ച് ഇപ്പോൾ ദിവസമായി. അങ്ങനെ ചീനച്ചട്ടി വെച്ചു. പിന്നെ നമ്മുടെ ഇഞ്ചി ഒന്ന് വഴറ്റി, പിന്നെ ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞളും ഇട്ടിട്ട്, എന്നിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് പിന്നെ വേവിക്കും കേട്ടോ. എന്നിട്ട് ഉരുളക്കിഴങ്ങിടും. അതാണ് മസാല. പിന്നെ സാമ്പാറും ചൂടാക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്നി ഉണ്ടാക്കണ്ടേ. അപ്പോൾ തേങ്ങയും പച്ചമുളകും ഉപ്പിട്ടിട്ട് അരച്ചിട്ട് പിന്നെ വറുത്തെടുക്കുന്ന അങ്ങനെയുള്ളൊരു ചട്നിയാണ്. ഒരു സിമ്പിൾ ചട്നി. വറുക്കുമ്പോൾ കുറച്ച് ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ടുള്ള വറവായിരിക്കും. ഇത് കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ ദോശ ഇടുന്നുണ്ട്. ദോശ പിന്നെ ഞാൻ ഈ അയണിൻ്റെ ഇതിലാണ് എപ്പോഴും ചെയ്യുക. ഞാൻ ഫ്രൈങ് പാനൊന്നും യൂസ് ചെയ്യാറില്ല. അതെനിക്ക് എന്തോ ഇഷ്ടമില്ല. ഫ്രൈങ് പാനിലാകുമ്പോൾ വലിയ ദോശ കിട്ടും. ഇതിപ്പോൾ അത്ര വലിയ ദോശ കിട്ടത്തില്ല, എന്നാലും കുഴപ്പമില്ല. എണ്ണ മേലെ പിന്നെ കുറച്ച് നല്ലോണം ആക്കണം കേട്ടോ. ബട്ടറോ എണ്ണയോ ഇട്ടാൽ നല്ലത് കേട്ടോ. ഇത് ഹസ്ബൻഡിനാണ്, അതുകൊണ്ടാണ് ഈ എണ്ണയൊന്നും ഞാൻ ഇടാത്തധികം. അപ്പോൾ അത് ആയി കേട്ടോ. അങ്ങനെ മസാല ദോശയായി. പിന്നെ ചട്നി, സാമ്പാർ ഒക്കെ ആയിട്ട് മൂപ്പർക്ക് കൊടുക്കുകയാണേ, വേഗം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ചെടിക്ക് വെള്ളം കോരണം. ചെടി എന്ന് പറഞ്ഞാൽ പിന്നെ ബാൽക്കണിയിൽ കുറച്ചുണ്ട്, അതിന് വെള്ളം നനയ്ക്കുകയാണ്. പിന്നെ അതാണ് വെള്ളം നനക്കാണ്ട്, അവർക്കിപ്പോൾ തണുപ്പായാലും വെള്ളം കൊടുക്കാണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വെറ്ററൊക്കെ ഊരി ഞാൻ പിന്നെ അങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നനച്ചിട്ട് വേണം എനിക്ക് പിന്നെ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ലഞ്ചിൻ്റെ പരിപാടി. അപ്പോൾ കുളിച്ചു വന്നു. പരിപ്പും മത്തനും കൂടി ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായേ, കഷ്ണം മുറിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ എരിശ്ശേരി വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഉച്ചക്കത്തെ പണി സ്റ്റാർട്ടാവുന്നു. എരിശ്ശേരി വെക്കണം. പിന്നെ 2-3 അയില വാങ്ങിയിട്ടുണ്ട്. ഒരു 1/2 കിലോ അയില, 4 അയിലയുണ്ട്. അത് ഒന്നെടുത്ത് കറി വെക്കണം, ബാക്കി വറുക്കണം കേട്ടോ. അങ്ങനെ അയില കട്ട് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ കവറൊക്കെ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുന്നതാണ് ഫ്രഷ് ടു ഹോമിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കറി വെക്കാനും പിന്നെ ഒന്ന് 2 വറക്കാൻ അത്രയും ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ. ചെറിയ ആൾ വരില്ല, അവന് വൈകുന്നേരം വരത്തുള്ളൂ. അപ്പോൾ അവന് ഫുഡ് വേണ്ട, അവനവിടെ ഓഫീസിൽ ഫുഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ അയിലയുടെ തല ഞങ്ങൾ മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേറെ എണ്ണ വേവിച്ചിട്ട് കുറച്ച് ലാസ്റ്റ് വെളിച്ചെണ്ണ താളിക്കാൻ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഇതൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇവിടെ, കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുളകും ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി വെക്കുകയാണ് മീനിൽ. അത് ഫ്രൈ ചെയ്യണം. പിന്നെ കറി വെക്കേണ്ടത്, കറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുക. മഞ്ഞളും മുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് പിന്നെ തേങ്ങ നല്ലോണം അരക്കണം കേട്ടോ. അരച്ച് പുളി ഒഴിച്ചിട്ടുള്ള കറിയാണ്. അപ്പം ഈ മീനിൽ പച്ചമുളകും തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട തലയോ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുമോ അറിയില്ല. അപ്പം തേങ്ങ അരച്ച് ഞാൻ കറി പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. മോരൊന്നും ഉണ്ടായാലും ഇവിടെ തീരെ പുളിക്കത്തില്ല, അതുകൊണ്ട് മോരൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ കറി അടുപ്പിൽ വെച്ചു. പിന്നെ എരിശ്ശേരിയുടെ പരിപാടി നോക്കുന്നുണ്ട്. എരിശ്ശേരി ഒന്ന് ഇതാക്കണം. പിന്നെ കറി തിളക്കുന്നുണ്ട്.
ഇതൊക്കെ റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ മീൻ വറുക്കുകയാണേ. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മീൻ 2 അയിലേ ഉള്ളൂ കേട്ടോ. 2 അയില വറുക്കുകയാണ്. ഇവിടെ അത്രയില്ല വീട്ടിനും അധികം ആൾക്കാരും ഇവിടെ കഴിക്കത്തില്ല. ഒരുപാട് മീൻ കഴിക്കുന്ന ആളൊന്നുമില്ല, ഒരു ജസ്റ്റ് കുറച്ച് കഴിക്കും അങ്ങനെ. അപ്പോൾ ചോറിന് വെള്ളം വെക്കുന്നുണ്ട്. കാരണം പിന്നെ അനിയത്തിയുടെ മോനുണ്ട്, അവനൊരു എക്സാം ഉണ്ട്. അപ്പോൾ അവന് വേഗം ചോറ് വേണം. അപ്പോൾ അതുകൊണ്ട് വേഗം ചോറ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഗാർഡനിൽ പോയി കുറച്ച് ചീരയും ബീട്രൂട്ട് വെച്ചിട്ടുണ്ടായി. ഞാൻ അതിൻ്റെ ഇലയൊക്കെ പറിച്ചെടുക്കുകയാണേ. നമുക്ക് തോരൻ വെക്കാമല്ലോ. കുറച്ച് ഉള്ളിയും ഇതൊക്കെ ഇട്ട് നമുക്ക് തോരൻ വെക്കാം. ഞാൻ ഉള്ളിയും തേങ്ങയും മഞ്ഞൾ, മുളക്, ഉപ്പ് ഇതൊക്കെയാണ് തോരന് ഇടുന്നത്. വേറെ പിന്നെ വെളുത്തുള്ളി 2 വെളുത്തുള്ളി ചിലപ്പോൾ ഇടും, ഇന്ന് ഇട്ടിട്ടില്ല. പിന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർമ്മിച്ചത്. നമ്മുടെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ. ഇപ്പോൾ കുറച്ച് തരികിടിയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇനി അത് പിന്നെ തോരനുണ്ടാക്കണം. ഇതൊക്കെയാണ് പണി. പിന്നെ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇടും. വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ, സിമ്മിൽ. പിന്നെ വീട്ടിലെ ചീരയില്ലേ അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. നല്ല ഒന്നും മരുന്നൊന്നും ഇടാത്ത ചീരയായതുകൊണ്ട്. അപ്പം അതങ്ങനെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മീൻ വറുക്കുന്നുണ്ട്. മീൻ അപ്പുറത്ത് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.